ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ പെറ്റ്. ഇത് കൃഷ്ണപൂമ്പാറ്റയാണ്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഇതിനെ പിടിച്ചു. ഇതിൻ്റെ നെസ്റ്റ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കും അത് തന്നെ അഭിപ്രായം. അതിന് തേൻ കുടിക്കാനായിട്ട് ഞാൻ കുറച്ച് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. നന്ദാസ് ഫൺ വേൾഡിലേക്ക് സ്വാഗതം. 3rd സ്റ്റാൻഡേർഡിൽ നമുക്ക് ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിളിനെ പറ്റി പഠിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പുസ്തകത്തിൽ പഠിച്ചതും നേരിൽ കണ്ടു മനസ്സിലാക്കിയതുമായ ഇൻട്രസ്റ്റിംഗ് ആയ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ. ഇലയുടെ അടിയിലാണ് മുട്ടകൾ ഇട്ടുവയ്ക്കുന്നത്. 2 തൊട്ട് 5 ദിവസങ്ങൾക്കുള്ളിൽ മുട്ട വിരിഞ്ഞ് ലാർവ അല്ലെങ്കിൽ കാറ്റർപില്ലറായി മാറും. ഈ പുഴു പോലെ കാണുന്നതാണ് കാറ്റർപില്ലർ. ഇവ എപ്പോഴും ഇലകളും പൂക്കളും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കും. ഇത് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് വിരുന്ന് വന്ന കാറ്റർപില്ലറാണ്. എൻ്റെ അനിയത്തി പുഴുവാണെന്ന് പറഞ്ഞാണ് ഞങ്ങളെയൊക്കെ വിളിച്ച് കാണിച്ചത്. അവൻ അതിവേഗം പൂക്കളും ഇലകളും ഒക്കെ കഴിക്കുന്നത് കണ്ടോ. പൂർണ്ണ വളർച്ചയിലെത്തുന്ന കാറ്റർപില്ലർ ഭക്ഷണം നിർത്തിയ ശേഷം പറ്റിയ സ്ഥലം കണ്ടുപിടിച്ച് സമാധിയിലിരിക്കും. ഈ അവസ്ഥയെ പ്യൂപ്പ അല്ലെങ്കിൽ ക്രിസിലസ് എന്ന് പറയുന്നു. പ്യൂപ്പ അവസ്ഥയിൽ നിന്നും 1-2 ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണ വളർച്ചയെത്തിയ മനോഹരമായ ബട്ടർഫ്ലൈ വെളിയിൽ വരുന്നു. ഇത് സമാധി ഇരിക്കാൻ പോയതാണോ അതോ ഇത് മറ്റുള്ള പക്ഷികളുടെ ഭക്ഷണമായോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഇതിനെ കണ്ടേ പിറ്റേ ദിവസം ഇതിനെ കാണാതായിരുന്നു. നമ്മുടെ നാട്ടിൽ കാണുന്ന ചില ബട്ടർഫ്ലൈസിനെ പരിചയപ്പെടുത്താം. അപ്പോൾ അന്ന് ഞങ്ങളുടെ അതിഥിയായി വന്ന കാറ്റർപില്ലർ ശലഭമായി വന്നതാണിവൻ എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. ഇതിങ്ങനെ കൂട്ടിലിങ്ങനെ അടച്ചു വെക്കേണ്ടതൊന്നുമല്ല. ഇത് നമ്മുടെ മുറ്റത്തുകൂടി ഇങ്ങനെ പറന്ന് നടക്കേണ്ട ഒരു ജീവിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇതിനെ പറത്തി വരും. വെറുതെ ഒരു രസത്തിന് ഇതിനെ പിടിച്ചു വെച്ചേക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.